എല്ലാ പ്രിയപ്പെട്ട കർഷക സുഹൃത്തുക്കൾക്കും നമ്മുടെ പുതിയൊരു അധ്യായത്തിലേക്ക് സ്വാഗതം. ഇന്ന് ഞാനുള്ളത് നെടുങ്കണ്ടം ചക്കക്കാനത്തിനടുത്തുള്ള മൈക്രോസ് എന്നുള്ള കമ്പനിയുടെ ഗോഡൗണിലാണ്. അപ്പോൾ കഴിഞ്ഞ വർഷം നമ്മൾ ഈ സമയപ്പോൾ തന്നെ നമ്മൾ ഇറിഗേഷൻ സിസ്റ്റത്തിനെ പറ്റി പരിചയപ്പെടുത്തിയിരുന്നു. ഇനിയിപ്പോൾ ജനുവരിയൊക്കെ ആയല്ലോ, ഇനി ഫെബ്രുവരി മാർച്ച് അങ്ങനെ പോകുമ്പോൾ ചൂടൊക്കെ കൂടി വരുന്ന സമയമാണ്. അപ്പോൾ കഴിഞ്ഞ വർഷം നമ്മൾ ഈ ഒരു കമ്പനിയെയും അതോടൊപ്പം തന്നെ ഈ ഒരു ബ്രാൻഡിനെയും സുജയ എന്ന ബ്രാൻഡിനെയും പരിചയപ്പെടുത്തിയിരുന്നു. ആ സമയത്ത് നമുക്ക് ഒരുപാട് കർഷകർ നമ്മുടെ വീഡിയോ കണ്ടിട്ട് ഇതുപോലെ ഇറിഗേഷൻ സിസ്റ്റം, ഇപ്പോൾ മൈക്രോ ഇറിഗേഷൻ സിസ്റ്റം ആണെങ്കിലും അതോടൊപ്പം തന്നെ റെയിനോ സിസ്റ്റം ആണെങ്കിലും ചെയ്തിരുന്നു. അപ്പോൾ അങ്ങനെയുള്ള കുറച്ച് കർഷകരുടെ ഒരു വർഷത്തെ അനുഭവം എങ്ങനെയായിരുന്നു എന്നൊക്കെയാണ് നമ്മുടെ ഈ ഒരു വീഡിയോയിൽ കാണിക്കാൻ പോകുന്നത്. അപ്പോൾ എന്തായാലും നമ്മുടെ ആ ഒരു കർഷകരുടെ അനുഭവവും അവരുടെ ആ തോട്ടത്തിലുണ്ടായിരുന്ന ഈൽഡിൽ എന്ത് ചേഞ്ച് വന്നു എന്നുള്ള കാര്യങ്ങളൊക്കെയാണ് നമുക്ക് ഈ ഒരു എപ്പിസോഡ് കൊണ്ട് നിങ്ങളെ കാണിക്കാനായിട്ട് ഉദ്ദേശിക്കുന്നത്. എന്തായാലും നമുക്ക് കർഷകരുടെ തോട്ടത്തിലേക്ക് പോകാം. നമ്മൾ ഏലകൃഷിയിലേക്ക് ഇവിടെ വന്നിട്ട് ഈ പാമ്പാറ, ഇത് റോസാംസ്റ്റിക്ക എസ്റ്റേറ്റ്, പാമ്പുപാറ എന്ന് പറയും. എസ്റ്റേറ്റിൻ്റെ പേര് റോസാംസ്റ്റിക്ക. ഇവിടെ കൃഷി തുടങ്ങിയിട്ട്, ഏലകൃഷി തുടങ്ങിയിട്ട് ഇതിൻ്റെ ഓണർ തൊടുപുഴയാണ്. ഏലകൃഷി തുടങ്ങിയിട്ട് ഏതാണ്ട് ഒരു 30 വർഷക്കാലമായി. 30 വർഷമായിട്ട് ഏലകൃഷി നമ്മുടെ ഈ അണക്കര പാമ്പുപാറ ചെയ്തുകൊണ്ടിരിക്കുന്നു. ഇപ്പം ഞാൻ ആക്ച്വലി വന്നത് ഒരു റിവ്യൂ എടുക്കാനായിട്ടാണ്. അപ്പോൾ നമ്മുടെ സുജയ ഇറിഗേഷൻ്റെ ആ ഒരു പൈപ്പ് ലൈൻ സിസ്റ്റമാണല്ലോ നിങ്ങൾ ഫോളോ ചെയ്യുന്നത്? അതെ അതെ, തീർച്ചയായിട്ടും. ഓക്കെ. അപ്പോൾ നിങ്ങളുടെ മുൻകാല കൃഷി അനുഭവം ഈ സിസ്റ്റത്തിലേക്ക് വന്നതിന് ശേഷമുള്ള അനുഭവം കൂടി ഒന്ന് കമ്പയർ ചെയ്തെന്ന് പറയാം. ഞങ്ങളിവിടെ വന്നിട്ട് ഞങ്ങൾ 2 പേരുണ്ട്. ഞങ്ങൾ വന്നിട്ട് 6 വർഷക്കാലമായി ഇവിടെ വന്നിട്ട്. നമ്മൾ ഇവിടെ വരുന്ന സമയത്ത് ഈ കൃഷി സാധാരണ പച്ചയോസ് പിടിച്ച് ആളുകൾ വെച്ച് നനപ്പിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ അതിനകത്ത് നമുക്ക് ഭയങ്കരമായിട്ട് നഷ്ടങ്ങളുണ്ടായിട്ടുണ്ട്. ലേബറിൻ്റെ ചാർജ് കൂടുതലും, അതുപോലെ തന്നെ നമ്മൾ ഇറിഗേഷൻ ചെയ്യുന്ന സമയത്ത് ഈ മണ്ണ് കുത്തി ഒലിച്ച് പോവുക, വേരിൽ നിന്നുള്ള മണ്ണുകളെല്ലാം പോവുക, ഇങ്ങനെയുള്ള കുറേ കാര്യങ്ങൾ ഞങ്ങളിവിടെ വന്നു കഴിഞ്ഞാൽ അത് പഠിച്ചിട്ട് ഞങ്ങൾ ഈ കൃഷി എങ്ങനെ ചെയ്യാം എന്നതിനെക്കുറിച്ച് ഇങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് നമ്മുടെ വെങ്കട്ടരാമൻ എൻ്റർപ്രൈസസ് നെടുങ്കണ്ടം, സുജയ ആണ് ആ മിസ്റ്റ് കമ്പനിയുടെ പേര്, അവരുമായിട്ട് ആലോചിച്ച് മുതലാളി ഞങ്ങളെല്ലാവരോടും കൂടി ആലോചിച്ച് ഞങ്ങൾ ഈ കൃഷിയിൽ ഈ മിസ്റ്റ് ഇറിഗേഷനിലേക്ക് വന്നു. അത് വരാൻ കാരണം നമുക്ക് ഇതുപോലെ ലേബർ ചെലവ് ഭയങ്കരമായിട്ടായിരുന്നു. ഞങ്ങൾ ആദ്യത്തെ ഒരു വർഷം ഞങ്ങളിവിടെ വരുന്ന സമയത്ത് ഏലം മുഴുവനും ഒടിഞ്ഞും ഉണക്കടിച്ചും ഒക്കെ പോയി കിടക്കുകയായിരുന്നു. അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ വന്ന് ഇത് ആലോചിച്ച് നമ്മൾ ഈ ആദ്യത്തെ ഒരു വർഷം 7 ഏക്കർ ഞങ്ങൾ മിസ്റ്റ് ചെയ്തു. സ്വാമിയെ വിളിച്ചു, കാര്യങ്ങൾ പറഞ്ഞു. സ്വാമി അവരുടെ ആ ഒരു ടീം വർക്ക് ഏറ്റവും നല്ലതായിരുന്നു. അവർ വന്ന് ഇവിടെ അളന്നു, കാര്യങ്ങളെല്ലാം ചെയ്തു. ഇപ്പം ഞാൻ ഈ നിൽക്കുന്നത് ഈ മൈക്രോ സ്പ്രിംഗ്ലറിൻ്റെ തൊട്ടടുത്താണ്. ഇത് 4 ചെടിക്ക് ഇടയ്ക്കാണ് നമ്മൾ ഒരെണ്ണം ചെയ്തിരിക്കുന്നത്. ഇത് ഇപ്പോൾ ഈ കാണുന്ന ചെടികളെല്ലാം 1-ാം വർഷം ചെടികളാണ്. ഇത് ന്യായമായിട്ടുള്ള കായും ഞങ്ങൾക്ക് കിട്ടുന്നുണ്ട്. ഈ സ്പ്രിംഗ്ലറാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. ഇതിന് പറയുകയാണെങ്കിൽ മെയിൻ്റനൻസ് അങ്ങനെ കാര്യമായിട്ട് വരുന്നില്ല. നമുക്ക് ചെയ്യാനും ഏറ്റവും എളുപ്പമുണ്ട്. ഇത് ഒരു ലൈനിൽ നിന്ന് ഏകദേശം 1 ഏക്കറിന് നമ്മൾ 130 സ്പ്രിംഗ്ലറാണ് നമ്മൾ സെറ്റ് ചെയ്തിരിക്കുന്നത്. ആ സ്പ്രിംഗ്ലറാണ് നമ്മളിപ്പം വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ ഈ കാണുന്നത് നമ്മൾ ആ എടുത്ത വീഡിയോയിൽ കണ്ടിരുന്നു. അത് ഇപ്പം ചെറിയ കാടുമൊക്കെ പിടിച്ച് കിടക്കുകയാണ്. അതിനെല്ലാം മെയിൻ്റനൻസ് ചെയ്തില്ല. ഇപ്പം അതിൻ്റെ ആവശ്യമില്ല. നമുക്ക് മഴ കിട്ടി. ഇനിയിപ്പോൾ നമ്മൾ ഡിസംബർ ആകുമ്പോഴത്തേന് അത് മുഴുവൻ കറക്റ്റാക്കി വെച്ച് നമുക്ക് ചെയ്യും. അപ്പോൾ അത് 4 ചെടിക്ക് ഇടയ്ക്ക് ഒരു സ്പ്രിംഗ്ലർ മതി. അപ്പം നമുക്കതിൻ്റെ ചിലവ് കുറവുണ്ട്. ഇറിഗേഷൻ ഏറ്റവും നല്ല കാര്യമാണ്. മെയിൻ്റനൻസ് ആണെങ്കിലും നമുക്ക് ഒത്തിരി മെയിൻ്റനൻസുകളൊന്നുമില്ല. നമുക്ക് ചെയ്യാൻ പറ്റുന്ന മെയിൻ്റനൻസുകളേ ഉള്ളൂ. ചെറിയൊരു പൂവ് ഒന്ന് മാറിയിടുക, അല്ലെങ്കിൽ അതിനകത്ത് കരട് കയറിയിരുന്നാൽ ഒന്ന് അടഞ്ഞ് പോയാൽ അതൊന്ന് മാറ്റിയിടുക, അങ്ങനെയുള്ള മെയിൻ്റനൻസുകളൊക്കെയാണ്. വളരെ നല്ലൊരു സിസ്റ്റമാണിത്. സ്വാമിയെയും അതുപോലെ തന്നെ സുജയ ഇറിഗേഷൻ എന്ന് പറയുന്ന കമ്പനിയാണ്. കമ്പനി നല്ല കമ്പനിയാണ്. കുഴപ്പമില്ലാതെ നമ്മൾ മെയിൻ്റനൻസ് ചെയ്ത് പോകുന്നു. ഇനിയിപ്പോൾ ഒരു പോർഷൻ കൂടെ നമുക്ക് ചെയ്യാനുണ്ട്. അത് അടുത്ത വർഷം നമ്മൾ ചെയ്യാനായിട്ട് ആലോചിച്ചിട്ടുണ്ട്. എത്ര ഏക്കറാണ് ഈ കാട്? ഇത് മൊത്തം 26 ഏക്കറാണ്. കുളം, ഡാമെല്ലാം ഒഴികെ 26 ഏക്കർ. നമ്മളിപ്പോൾ 21 ഏക്കർ ചെയ്തിട്ടുണ്ട്. ഇനി ബാക്കിയും കൂടെ ഈ വർഷം ചെയ്യുമ്പം നമ്മുടെ തോട്ടം കംപ്ലീറ്റ് ആകും. അപ്പം ഈൽഡും കൂടുതൽ കിട്ടുന്നുണ്ട്, നമുക്ക് ചിലവും കുറവാണ്. നമസ്കാരം സാറേ. നമസ്കാരം. സാറിൻ്റെ പേര്? എൻ്റെ പേര് സണ്ണി. ഇപ്പം നമുക്ക് സാബു സാറ് കുറേ കാര്യങ്ങൾ പറഞ്ഞു തന്നു. അപ്പോൾ എനിക്ക് ഒരു സംശയം. അപ്പോൾ നമ്മുടെ ഈ തോട്ടം നനയ്ക്കുന്ന ഒരു മെത്തേഡിൽ വരുമ്പോൾ മിസ്റ്റ് ഇറിഗേഷൻ ഉണ്ട്, സ്പ്രിംഗ്ലർ ഉണ്ട്, അതുപോലെ തന്നെ ഒരുപാട് മെത്തേഡുകളുണ്ട്. അപ്പോൾ ഈ തോട്ടത്തിൽ ഏതാണ് അപ്ലൈ ചെയ്തേക്കുന്നത്? ഞങ്ങളിപ്പോൾ നെടുങ്കണ്ടത്തുള്ള സുജയ കമ്പനിക്കാരുടെ ആ മിസ്റ്റാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. അതിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു മണിക്കൂറിൽ 80 ലിറ്റർ വെള്ളം വർക്കാവും ഒരു 5-8 ചെടിക്കായിട്ട്. 4 ചെടി നടുക്കാണിത് സ്റ്റിക്ക് കുത്തിയേക്കുന്നത്. പിന്നെ 1 ഇടപെട്ടുള്ള
ലൈനുകളിൽ മതി ഇത്. അപ്പോൾ നമുക്ക് വേറെയുള്ള പണികൾ ചെയ്യാനും നടക്കുന്നതിനുമുള്ള എല്ലാ സൗകര്യങ്ങളും ഉണ്ട്. അപ്പോൾ നമ്മുടെ ഈ തോട്ടത്തിൽ ചെയ്തേക്കുന്ന മൈക്രോ സ്പ്രിംഗ്ലർ അല്ലേ? മൈക്രോ സ്പ്രിംഗ്ലർ ആയത്. അപ്പോൾ അതിൻ്റെ ഒരു എക്സ്പീരിയൻസ് എങ്ങനെയുണ്ട് ഇപ്പോൾ? എക്സ്പീരിയൻസ് തന്നെ നല്ലൊരു എക്സ്പീരിയൻസ് ആണ്. ഇതിപ്പോൾ നമ്മൾ പകലെന്ന് പറഞ്ഞാൽ ഞങ്ങൾ 3 മണി തൊട്ടാണ് ഇത് സ്പ്രേ ചെയ്യുന്നത്. 3 മണി തൊട്ട് രാത്രി 10 മണി വരെ നനയ്ക്കും. അപ്പോൾ ബാക്കി തൊഴിലാളികൾക്ക് ബാക്കി പണികൾ ചെയ്യുകയും ചെയ്യാം, ബാക്കി ഓവർ ടൈമായിട്ട് അവർക്ക് അതിനുള്ള സാലറി കൊടുക്കുകയും ചെയ്യും. അപ്പോൾ അതുകൊണ്ട് നമുക്ക് നല്ല കൂളിംഗ് ആണ്, ഈർപ്പം നല്ലപോലെ നിൽക്കും. ഇതിപ്പോൾ കാ പിടിക്കുന്ന ഇതാണ് കൂളിംഗ് ഉള്ളതുകൊണ്ട് നല്ല ഏത് സമയത്തും കായാണ്, ഒരു കാ പോലും പൊഴിയല്ല. കറക്റ്റ് നനവ് ചെല്ലുന്നുണ്ട്. കറക്റ്റ് നനവ് ചെല്ലുന്നുണ്ടാണ്. പിന്നെ നമ്മൾ വളമൊക്കെ ഇട്ട് തന്നാലും ഇനിയിപ്പോൾ മഴയൊന്നും ഇല്ലെന്ന് പറഞ്ഞാലും മഴ കുറയുന്ന സമയത്ത് വളം ഇട്ടെന്ന് പറഞ്ഞാൽ നമുക്ക് ഇത് ഓൺ ചെയ്ത് വിട്ട് കഴിഞ്ഞാൽ നനഞ്ഞോളം വളമെല്ലാം അഴുത്തിറങ്ങും. പിന്നെ അഴുകൽ വളരെ കുറവാണ്, പിന്നെ ഈൽഡ് വളരെ കൂടുതലാണ്. സാധാരണ നമ്മളിങ്ങനെ നനയ്ക്കുമ്പോൾ അഴുകൽ കൂടാറാണ് പതിവ്. പക്ഷേ ഇത് ഒരു സിസ്റ്റം എങ്ങനെയാണ് ഫോളോ ചെയ്യുന്നത്? ഈ സിസ്റ്റം ഞങ്ങളെന്ന് പറഞ്ഞാൽ ചിലപ്പോൾ അരമണിക്കൂർ വിടും, വളമൊക്കെ ആണെങ്കിൽ അരമണിക്കൂർ വിടും, അങ്ങനെ മാറ്റി വിടും. ഇത് പിന്നെ ഇത്ര ഏക്കറേജ് നനയ്ക്കാൻ വേണ്ടി, ഈ 21 ഏക്കർ ഇപ്പോൾ നനയ്ക്കാൻ വേണ്ടി 3 ദിവസം മതി. രണ്ട് സെക്ഷനായിട്ടാണ് വിടുന്നത്. പിന്നെ ഇത് ചൂസ് ചെയ്യുമ്പോൾ നമുക്ക് സബ്സിഡി കാര്യങ്ങൾ എന്തെങ്കിലും ഉണ്ടോ? സബ്സിഡി ഉണ്ട്, ഇതിന് സബ്സിഡി കിട്ടും. അതിനെപ്പറ്റി ഒന്ന് പറയാമോ? അതിനെപ്പറ്റി എന്ന് പറഞ്ഞാൽ നമ്മൾ നമ്മുടെ പേപ്പർ കാര്യങ്ങൾ, പൊസിഷന്, പട്ടയത്തിൻ്റെ കരംകെട്ടി രസീത്, പിന്നെ ആധാർ കാർഡ്, ഇതെല്ലാം കൂടെ കൊടുത്തു കഴിഞ്ഞാൽ നമ്മൾ സബ്സിഡിക്ക് അപേക്ഷ വെച്ച് നമുക്ക് സബ്സിഡി കിട്ടും. എൻ്റെ പേര് ദീപക് എന്നാണ്. ഞാൻ താമസിക്കുന്ന നെടുങ്കണ്ടം. എൻ്റെ സ്ഥലമുള്ളത് കൽക്കൂന്തലിലാണ്. കഴിഞ്ഞ വർഷം ഫെബ്രുവരി അവസാനത്തോടു കൂടിയാണ് നമ്മൾ ഇവിടെ മൈക്രോ സ്പ്രിംഗ്ലർ ഇട്ടത്. സുജയ് ഇറിഗേഷനിലെ സാറിൻ്റെ മേൽനോട്ടത്തിലാണ് അത് ചെയ്തത്. റൈനോസ് അതുപോലെ തന്നെ മൈക്രോ സ്പ്രിംഗ്ലർ, സാധാ സ്പ്രിംഗ്ലർ ഇതെല്ലാം ഉണ്ടല്ലോ. അപ്പോൾ എന്തുകൊണ്ടാണ് ചേട്ടന് ഈ ഒരു മൈക്രോ ഇറിഗേഷനിലേക്ക് ചെയ്യാൻ കാരണം? ഇത് കുറച്ചുകൂടി എഫക്റ്റീവാണ് എനിക്ക് തോന്നുന്നു ഏലത്തിലേക്ക്. കാരണം ഇതിനകത്ത് ഉണ്ടാകുന്ന ഫ്ലവറുകൾ കൂടുതലും കായാകാനായിട്ട് ഇത് മൈക്രോ സ്പ്രിംഗ്ലർ ഭയങ്കര ഇത് നല്ലതാണെന്നാണ് പറയുന്നത്. അതിൻ്റെ ഇതുകൊണ്ടാണ് ഞാനിങ്ങനെ ചെയ്തത്. കഴിഞ്ഞ വേനൽക്ക് നല്ല വ്യത്യാസമുണ്ട്. കാരണം വേനൽക്ക് നമുക്ക് പൊതുവേ ഇവിടെ വെയിൽ കൂടുതലായതുകൊണ്ട് കായെടുപ്പ് വളരെ കുറവായിരുന്നു. മീൻസ് നമുക്ക് വേനൽ കാ കിട്ടുന്ന ശീലം കുറവായിരുന്നു. പക്ഷേ കഴിഞ്ഞ വർഷം ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് നല്ലപോലെ വേനൽക്കും ഏലക്ക നമുക്ക് എടുക്കാൻ പറ്റുന്നുണ്ട്. ഇപ്പോൾ ചേട്ടാ, ഈ സാധാ സ്പ്രിംഗ്ലർ അതുപോലെ തന്നെ റൈനോസ് ഇതൊക്കെ ഉപയോഗിക്കുമ്പോഴും ഈ മൈക്രോ സ്പ്രിംഗ്ലർ ഉപയോഗിക്കുമ്പോഴും തമ്മിലുള്ള ഈ വെള്ളത്തിൻ്റെ ഒരു ഉപയോഗം ഉണ്ടല്ലോ, അത് കമ്പയർ ചെയ്യുവാണെന്നുണ്ടെങ്കിൽ എങ്ങനെ പറയാം? എനിക്ക് തോന്നുന്നത് മൈക്രോ സ്പ്രിംഗ്ലറിന് കോസ്റ്റ് കൂടുതലാണെങ്കിലും വെള്ളം മറ്റേതിനെ അപേക്ഷിച്ച് വളരെ കുറച്ച് മതി എന്നത് എനിക്ക് എൻ്റെ ഒരു എക്സ്പീരിയൻസിൽ തോന്നുന്നത്. പിന്നെ നമുക്ക് ഈ ഒരു ഇറിഗേഷൻ സിസ്റ്റത്തിലേക്ക് വന്നു കഴിഞ്ഞപ്പോൾ നമുക്ക് സബ്സിഡി അങ്ങനെയുള്ള എന്തെങ്കിലും? എനിക്ക് സബ്സിഡി, അതായത് ഒരു 3 മാസം കഴിഞ്ഞപ്പോൾ 3.5 മാസം ആയപ്പോഴത്തേക്ക് എനിക്ക് സബ്സിഡി, കേന്ദ്രത്തിൻ്റെ സബ്സിഡി എൻ്റെ അക്കൗണ്ടിലേക്ക് വന്നായിരുന്നു. അപ്പോൾ അതിൻ്റെ ഒരു മെത്തേഡ് എന്ന് പറയുന്നത് നമ്മുടെ ഏക്കർ ഏക്കർ അനുസരിച്ചാണ്. ഞാൻ 2 ഏക്കർ ചെയ്ത് അതിനുള്ള പൈസ എനിക്ക് ഒരു 3.5 മാസം ആയപ്പോഴത്തേന് അക്കൗണ്ടിൽ വന്നായിരുന്നു. അവർ അവിടുന്ന് കേന്ദ്രത്തിൻ്റെ ആൾക്കാർ കാണാൻ വന്നായിരുന്നു ഒരു 1.5 മാസം കഴിഞ്ഞപ്പോൾ. வந்துட்டு 3.5 மாதம் ஆகிப்போ அக்கௌண்ட்டில் பைசா வந்து. ஓகே, என்னுடைய பேர் சதீஷ்குமார். நான் வந்து என்னுடைய சொந்த ஊர் போடிநாயக்கனூர். எனக்கு வந்து இங்கே உடுப்பஞ்சோலை கழுப்பாலம் பக்கத்தில் ஒரு 3.5 ஏக்கர் ஸ்தலம் இருக்குது. இங்கே வந்து சுஜய் வந்து எனக்கு வந்து மிஸ்ட்டு பண்ணி கொடுத்தாங்க, நல்லபடியாக பண்ணி கொடுத்துருக்காங்க. இன்றைக்கி இது போட்டு 1 வருஷம் ஆயிடுச்சு. 1 வருஷத்தில் பார்த்திங்கன்னா எனக்கு இது வரைக்கும் கிடைக்காத ஒரு நல்ல ஈல்டு இந்த வருஷம் எனக்கு நல்லா கிடச்சிருக்கு. சுஜய் வந்து நல்லா ஒரு நல்ல அழகாக நல்லா நீட்டாகவும் பண்ணி கொடுத்துருக்காங்க. எல்லா இடத்துலையுமே நல்லா மிஸ்ட்டு தண்ணி விழுகிற மாதிரியும் நல்லா பண்ணி கொடுத்துருக்காங்க. இது போக வந்து பார்த்திங்கன்னா எனக்கு ஒரு நல்ல சப்சிடி வாங்கி கொடுக்குறேன்னு சொல்லி സുജയിലിருந்து எனக்கு சொன்னது. ஆனால் அதுவும் எனக்கு ஒரு 50% நல்லா பண்ணி கொடுத்துருக்காங்க. എൻ്റെ പേര് ബേബിച്ചൻ കൊച്ചുപറമ്പിൽ. ഞാനൊരു 30-35 വർഷത്തോളമായിട്ട് ഏലം കൃഷി നടത്തുന്ന ആളാണ്. ഞാൻ ഇപ്പോൾ താമസിക്കുന്ന സ്ഥലത്ത് ഒരു 2.5 ഏക്കർ സ്ഥലമാണുള്ളത്. ഞാൻ ഈ സ്ഥലത്ത് സുജയ് കമ്പനിയുടെ സ്പ്രിംഗ്ലർ ഇറിഗേഷനാണ് ഞാൻ നടത്തിയിരിക്കുന്നത്. മൈക്രോ സ്പ്രിംഗ്ലറാണ് വെച്ചിരിക്കുന്നത്. ഏതാണ്ട് 2 വർഷം മുമ്പ് ഞാൻ സ്പ്രിംഗ്ലർ ചെയ്തതിന് ശേഷം എനിക്ക് സാധാരണ കിട്ടുന്നതിൻ്റെ ഇരട്ടി വിളവാണ് ഇതിനകത്ത് കിട്ടിക്കൊണ്ടിരിക്കുന്നതും. പിന്നെ തുടർച്ചയായിട്ട് വേനൽ മഴയൊന്നുമില്ല, സീസണൊന്നുമില്ല, തുടർച്ചയായിട്ട് എല്ലാ മാസവും കായെടുക്കുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായിരിക്കുന്നത്. ഇത് എനിക്ക് വൻ വിജയമായിട്ടാണ് തോന്നുന്നത്. സുജയ് കമ്പനിയുടെ ഈ സ്പ്രിംഗ്ലറും അതിൻ്റെ ഫിൽറ്ററൊക്കെ വെച്ചിരിക്കുന്നതുകൊണ്ട് നല്ല രീതിയിൽ തന്നെ അത് വർക്ക് ചെയ്യുന്നു. വേറെ തടസ്സങ്ങളൊന്നും എനിക്കിതുവരെയും ഉണ്ടായിട്ടുമില്ല. ഇത് ഞാൻ മുടക്കിയതിൻ്റെ എനിക്ക് സബ്സിഡി ആയിട്ട് പൈസ കിട്ടുകയും ചെയ്തിട്ടുള്ളതാണ്.